ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എൻ വാസു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എൻ വാസു, ശബരിമല സ്വർണ്ണക്കടത്തിൽ ദേവസ്വം ബോർഡിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നത്. 2019 ഭരണസമിതിയെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നു. 8ാം പ്രതിയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ ക്രമക്കേടുകളും അഴിമതിയും നീക്കങ്ങളും ഒക്കെ ഉദ്യോഗസ്ഥർക്ക് മേൽ മാത്രം വെച്ചുകെട്ടാനാകില്ല. ഇതിൽ ദേവസ്വം ബോർഡിനും പങ്കുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സമ്മർദ്ദമോ പ്രേരണയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് ദേവസ്വം വിജിലൻസ് പറയുന്നത്. താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇതിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIRന്റെ വിവരങ്ങൾ ഔദ്യോഗികമായി എനിക്കറിയില്ല. അത് മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2019 ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ, 2019 ദേവസ്വം കമ്മീഷണർ, ഇങ്ങനെയാണ് പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നതെന്നാണ്. ഞാൻ 2019 നവംബർ 15 ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകുന്നത്. അതുപോലെ തന്നെ 2019 മാർച്ച് 14 ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. ഈ ശബരിമലയിൽ നിന്ന് ഈ വസ്തുക്കളൊക്കെ കൊണ്ടുപോയ സമയത്തൊന്നും ഞാൻ ഈ 2 പദവികളിലുമില്ല. അപ്പം മാത്രമല്ല, എനിക്കെതിരെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആക്ഷേപമുള്ളതായിട്ട് എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, എന്നോട് ചോദിച്ചിട്ടുമില്ല, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്കെതിരെ സ്പെസിഫിക്കായിട്ട് എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞും കൂടാ. അതറിയാതെ ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും എനിക്കെതിരെ പറയാനുണ്ടെങ്കിൽ അത് അറിയാതെ ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല, പ്രതികരിക്കാൻ കഴിയത്തുമില്ല. ശ്രീ വാസു, എന്തായാലും അങ്ങേറ്റവും ഗുരുതരമായ കണ്ടെത്തലുകളാണല്ലോ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ശബരിമലയിൽ നടക്കുന്ന ഈ ക്രമക്കേടുകൾ പൊതുസമൂഹവും ഭക്തരുമൊക്കെ അറിയുമ്പോൾ വലിയ രീതിയിലുള്ള വിഷമം നേരിടുന്നുണ്ട്. ദേവസ്വം ബോർഡാണ് ഇതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പ്രാപ്തരെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് തന്നെ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ, അങ്ങേയറ്റം ഗുരുതരമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപട്ടികയിലേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിൽ ഭക്തർക്ക്, പൊതുസമൂഹത്തിന് ഒക്കെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ വരാതെ നോക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ കർത്തവ്യമായിരുന്നില്ലേ? തീർച്ചയായും വളരെ ഗൗരവതരമായ ചില വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ ഗൗരവമായി തന്നെ അന്വേഷിക്കാനുള്ള സംവിധാനമാണ് ഗവൺമെൻറ് കേരള പോലീസിൽ നിന്നും അത്തരത്തിലൊരു SIT രൂപീകരിച്ചിരിക്കുന്നത്. അത് അന്വേഷിച്ച് ഗൗരവമായി തന്നെ ഇതിൻ്റെ സത്യത്തിൽ പുറത്തു കൊണ്ടുവരണം. ആര് വീഴ്ച വരുത്തിയാലും അവരെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ അവരെ കൊണ്ടുവരാനായിട്ട് കഴിയണം. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ ഗൗരവം ഒട്ടും കുറച്ച് കാണുന്നില്ല. അതായത് ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ ഈ ആരോപിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവമേറിയ കാര്യമാണ്, യാതൊരു സംശയവും. ശ്രീ വാസു, ഒരു കാര്യം കൂടി ഇവിടെ, ഈ പ്രതിപട്ടികയിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളെ 2019 ചേർത്തപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ വ്യക്തമാക്കിയത്, എൻ്റെ മേൽ മാത്രം ഇത് വെച്ചുകെട്ടാൻ സാധിക്കില്ല, ഉദ്യോഗസ്ഥ തലത്തിലുള്ള അന്വേഷണം വരുന്നതിനെയൊക്കെ സ്വീകരിക്കുന്നു, പക്ഷേ തൻ്റെ മേൽ മാത്രമായി ഇതിങ്ങനെ പഴിചാരുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ആ ധ്വനി എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് ഇതിൽ പലരും പങ്കാളികളായിട്ടുണ്ട്, കാലാകാലങ്ങളായി ദേവസ്വം ബോർഡിന് ഇത്തരം വിഷയങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു നീണ്ട കാലയളവിൽ ഇത്തരം ക്രമക്കേടുകൾ ഇങ്ങനെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങേയറ്റം ഗൗരവതരമായ ഇടപെടലുകൾ, കട്ടിളപ്പാളികളിൽ തുടങ്ങി താഴികക്കുടം, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ, പീഠങ്ങൾ, അങ്ങനെ കാലാകാലങ്ങളായി ഒരു വലിയ ക്രമക്കേട് നടക്കാനുള്ള ഉത്തരവാദിത്വത്തിന് പലരും ഉണ്ട് ഇതിന് പിന്നിൽ എന്നുള്ളൊരു ധ്വനി കൂടിയല്ലേ പത്മകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്? താങ്കളെയും ബാധിക്കുന്ന കാര്യം കൂടിയല്ലേ? ഇല്ല, അദ്ദേഹം പറഞ്ഞ കാര്യത്തെപ്പറ്റി ഞാനത് ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രതികരിച്ചതായിരിക്കാം. അതിന് ഞാൻ എന്തെങ്കിലും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് സ്പെസിഫിക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ അവസാനമായി ശ്രീ എൻ വാസു, എന്തായാലും ഈ അന്വേഷണത്തെ എങ്ങനെയാണ് കാണുന്നത്? അതോടൊപ്പം തന്നെ
ഭരണസമിതി ഉൾപ്പെടെ ദേവസ്വം വിജിലൻസിന്റെ പ്രതിപ്പട്ടികയിലേക്ക് എത്തിയത്, ആ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. കൃത്യമായ അന്വേഷണത്തോട് സഹകരിച്ച് മുന്നോട്ട് പോകും. പരസ്പരം പഴിചാരലുകൾക്കൊന്നും ഇനി അടിസ്ഥാനമില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണോ താങ്കളും എത്തിച്ചേർന്നിരിക്കുന്നത്? അല്ല, അന്വേഷണവുമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. എൻ്റെ സഹകരണം എന്തെങ്കിലും തേടിയാൽ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും. ശരി, വളരെ നന്ദി ശ്രീ എൻ വാസു പ്രതികരിച്ചതിന്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവാണ് ജനം ടിവിയോട് ഒപ്പം അല്പസമയം പ്രതികരിച്ചത്. അദ്ദേഹം നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചാണ് പ്രതികരിച്ചത്.